എല്ലാം പൂർത്തിയായി. ആളറിഞ്ഞു കളിച്ചില്ലേൽ ഇതായിരിക്കും ഫലം. പ്രവചനം പോലെ സംഭവിച്ചു. ഇനി എന്ത്? കേരളത്തിന്റെ അഭിമാനമായിരുന്ന മോഹൻലാലിന് കൊടുക്കുവാൻ പറ്റുന്ന ഏറ്റവും വലിയ പണിയാണ് പൃഥ്വിരാജ് കൊടുത്തിരിക്കുന്നത്. വിവിധ ഭാഷകളിലായി 400-ൽ പരം സിനിമകളിൽ അഭിനയിച്ച അഭിനയകുലപതി ആയിരുന്ന മോഹൻലാലിന്റെ സുവർണകാലത്തിനു കോട്ടം സംഭവിക്കുവാൻ പോകുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതിനു കാരണം പൃഥ്വിരാജാണോ അതോ മറ്റാരെങ്കിലും ഇതിനു പിന്നിൽ കളിച്ചിരുന്നോ എന്നത് ഇപ്പോഴും അജ്ഞാതം. അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും മോഹൻലാലിന് ഒരു പണി കൊടുത്തത് ആണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. 146 അൽപരം അവാർഡുകൾ കരസ്ഥമാക്കിയ അഭിനയ ചക്രവർത്തി, 5 നാഷണൽ അവാർഡുകൾ കൂടാതെ ഇന്ത്യ മഹാരാജ്യം 2001-ൽ പത്മശ്രീയും 2009-ൽ ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയുടെ ഹോണററി ലഫ്റ്റനന്റ് കേണൽ പദവിയും 2019-ൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ 3ാമത്തെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ അവാർഡും നൽകി ആദരിച്ച വ്യക്തിയിൽ നിന്നും ഹോണററി ലഫ്റ്റനന്റ് കേണൽ പദവി ഉടൻ തിരിച്ചെടുക്കുമെന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. പത്മഭൂഷൺ അവാർഡും പത്മശ്രീയും തിരിച്ചെടുത്തേക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുവാൻ കഴിയില്ല. കാരണം ഏമ്പുരാൻ എന്ന സിനിമയിൽ ദേശീയ പതാകയെ അവഹേളിക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്ന ഭാഗം ഒരിക്കലും ഒരു ലഫ്റ്റനന്റ് കേണൽ പദവിയിൽ ഇരിക്കുന്ന മോഹൻലാൽ അനുവദിക്കുവാൻ പാടില്ലാത്തതായിരുന്നു. ഇന്ത്യയുടെ ആത്മാവിനെ, ഹൃദയത്തെ അറിഞ്ഞുകൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചതായി ഇന്ത്യയെ സ്നേഹിക്കുന്ന ഓരോ ഭാരതീയനും അത് കാണുമ്പോൾ തോന്നും. അതിൽ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ വ്യത്യാസമില്ല. അഭിമാനിയായ ഇന്ത്യക്കാരൻ എന്ന ഒറ്റ കാരണം മതി ആ അവഹേളനത്തിനെതിരെ ശബ്ദമുയർത്തുവാൻ. ചുരുക്കത്തിൽ മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭയുടെ സിനിമ ജീവിതത്തിനു ഇതൊരു തിരശീല ഇടുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതാഗ്രഹിക്കുന്ന കുറച്ചു പേര് മോഹൻലാലിന്റെ തോളിൽ കൈയിട്ട് നടന്നിട്ട് പോലും ആ വ്യക്തി അതറിയാതെ പോയി എന്നുള്ളത് ദൈവത്തിന്റെ ഒരു കളിയാവാം. കാരണം ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ സാത്താനെ വാഴിക്കുവാനുള്ള ഡീലിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഉൾപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ ഒരു നീതി നടപ്പിലാക്കിയതുമാവാം. കൂടാതെ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും കെട്ടുറപ്പിനും ഭീഷണിയാകുന്ന രീതിയിലുള്ള ചലച്ചിത്രം നിർമ്മിച്ച് ജനതയുടെ സമാധാനം നശിപ്പിക്കുകയും തീവ്രവാദികളെ അവർ അങ്ങനെ ആകാനുള്ള കാരണം എന്ന രീതിയിൽ വെള്ളപൂശുവാൻ ശ്രമിച്ചതും ആർക്കു വേണ്ടിയാണോ എന്നുള്ളത് പൃഥ്വിരാജ് എന്ന സിനിമ നടനെയും സംവിധായകനെയും പ്രൊഡ്യൂസറെയും ഇനി വീട്ടിൽ വെറുതെ ഇരുത്തുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇന്ത്യയിലെ റോ, NIA, ED അടക്കമുള്ള ഏജൻസികൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ രംഗത്ത് വരുവാനുള്ള സാധ്യത ഉണ്ട്. കോവിഡ് സമയത്തുള്ള പൃഥ്വിരാജിന്റെ വിദേശവാസം ഇപ്പോൾ സംശയത്തിന്റെ മുനയിലാണ് ഉള്ളത്. അന്വേഷണം ആ നിലയിലേക്കും വ്യാപിപ്പിക്കും. കൂടാതെ പൃഥ്വിരാജിന്റെ ഇതുവരെ പുറത്തിറങ്ങിയ സിനിമകളുടെ നിർമ്മാതാക്കൾ, അവരുടെ പണത്തിന്റെ സ്രോതസ് എന്നിവയിലേക്കും അന്വേഷണം നീളും. മാത്രമല്ല പൃഥ്വിരാജിന്റെ ഒട്ടുമിക്ക സിനിമകളിലും സാത്താനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കഥകളും സംഭവങ്ങളും വരുവാനുള്ള കാരണവും അതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശ്യമോ സംഘടനകളോ ഉണ്ടോ എന്ന അന്വേഷണവും നടക്കും. പ്രധാനമായും ആദം ജോൺ, എസ്ര, 9, ബ്രോ ഡാഡി, കോൾഡ് കേസ്, 7th ഡേ, മെമ്മറീസ്, ലൂസിഫർ, ഏമ്പുരാൻ എന്നിവ ആ ലിസ്റ്റിലുള്ള പൃഥ്വിരാജിന്റെ ചില സിനിമകളാണ്. ഈ സിനിമകളിലെല്ലാം ജൂതമതത്തെയും ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയും വികലമാക്കിക്കൊണ്ടുള്ള കഥകളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനു പിന്നിലുള്ള ശക്തികളെ കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഈ സിനിമകൾ കൊണ്ട് എന്താണ് പൃഥ്വിരാജ് ഉദ്ദേശിച്ചത് എന്നും ആ സിനിമകൾ മറ്റാർക്കോ വേണ്ടി അവരുടെ ആശയങ്ങൾ സിനിമ എന്ന മാധ്യമത്തിൽ കൂടി മനുഷ്യ മനസ്സിലേക്ക് കയറ്റിവിട്ടു മറ്റു വല്ല ഉദ്ദേശവുമാണോ ഉള്ളത് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ അന്വേഷണങ്ങളിൽ ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 1967-ലെ അൺലോഫുൾ ആക്ടിവിറ്റീസ് ആക്ട് അനുസരിച്ചു UAPA ചുമത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ആ ആക്ട് അനുസരിച്ച് സെക്ഷൻ 16 പ്രകാരം പണിഷ്മെന്റ് ആയി ലൈഫ് ഇംപ്രിസൺമെന്റ് കിട്ടാം. സെക്ഷൻ 17 പ്രകാരം പണിഷ്മെന്റ് ആയി 14 വർഷം വരെ ലൈഫ് ഇംപ്രിസൺമെന്റ് കിട്ടാം. സെക്ഷൻ 10 പ്രകാരം പണിഷ്മെന്റ് ആയി ലൈഫ് ഇംപ്രിസൺമെന്റ് 10 വർഷം വരെ കിട്ടാം. കൂടാതെ UAPA ചുമത്തിയാൽ ജാമ്യം കിട്ടുകയില്ല എന്നു മാത്രമല്ല കോടതിയുടെ പ്രത്യേക അനുമതി കൂടാതെ ഒരിക്കലും പരോൾ കിട്ടുകയുമില്ല. മാത്രമല്ല പ്രതി തന്റെ നിരപരാധിത്വം തെളിയിച്ചില്ലെങ്കിൽ ജയിൽ മോചിതനാവുക എന്നതും പ്രയാസകരമാണ്. അതോടൊപ്പം സ്വത്ത് കണ്ടുകെട്ടൽ തുടങ്ങിയ മറ്റു നടപടികളും ഉണ്ടാകും. ചുരുക്കത്തിൽ സാത്താനുമായുള്ള ഡീൽ ഉറപ്പിച്ചു ഇന്ത്യക്കാരെ മുഴുവൻ വിണ്ടിയാക്കാം എന്ന് കരുതി കളിക്കാനിറങ്ങിയ അല്ലെങ്കിൽ കളിപ്പിക്കാൻ ഇറക്കിയ ആളുകളുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാതെ മതസ്പർദ്ധ വളർത്തുക എന്നതിനു വേണ്ടി കരുതി കോട്ടി പുറത്തിറക്കിയ ഏമ്പുരാൻ എന്ന സിനിമ ഗോകുലം ഗോപാലൻ എന്ന ബിസിനസ്കാരന്റെയും ആന്റണി പെരുമ്പവൂർ എന്ന സിനിമ നിർമ്മാതാവിന്റെയും ജീവിതത്തിലെ ഒരു കറുത്ത അധ്യായമായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ കേസുകൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇതോടെ പൃഥ്വിരാജിന്റെ അഭിനയ ജീവിതത്തിനും തിരശീല എന്നേക്കുമായി വീഴും. ഇനി ഒരിക്കലും ഒരു നടന്റെയോ സംവിധായകന്റെയോ പ്രൊഡ്യൂസറിന്റെയോ കുപ്പായം ഇടാൻ പറ്റാത്ത വിധത്തിലായിരിക്കും കാര്യങ്ങളുടെ പോക്ക്. മാത്രമല്ല ഏമ്പുരാൻ എന്ന ചിത്രത്തിന് എത്ര വലിയ കളക്ഷൻ ഉണ്ടായാലും അത് തൽക്കാലത്തിലേക്ക് ഫ്രീസ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ചുരുക്കത്തിൽ ഏമ്പുരാൻ എന്ന സിനിമയുടെ ഒരു പോസ്റ്ററിൽ ദിസ് എ ഡീൽ വിത്ത് ഡെവിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ
ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആരോ ഒരാൾ ചെകുത്താനുമായി ചെയ്ത ഡീൽ മോഹൻലാലിന്റെ ഹോണറേറി ലെഫ്റ്റനന്റ് കേണൽ പദവി തെറിപ്പിച്ചു. കളിക്കുമ്പോൾ ആളെ നോക്കി കളിക്കട എന്ന് പറഞ്ഞത് സ്വന്തം ഭർത്താവിന് പോലും അറമ്പറ്റിയ വാക്കായി മാറി. അതൊക്കെ ഒരു കാവ്യനീതിയായിട്ട് വേണം കരുതുവാൻ. സാത്താനുമായി ഡീൽ ഉറപ്പിച്ച് ഈ ലോകത്തിന്റെ എമ്പുരാനായ സാത്താനെ അല്ലെങ്കിൽ ലൂസിഫറിനെ അഭിഷേകം ചെയ്തപ്പോൾ സിനിമ എന്ന കലാരൂപത്തെയാണ് ചിലർ വ്യഭിചാരം ചെയ്തത് എന്നത് ഒരിക്കലും നിസ്സാരമായി കാണരുത്. പണത്തിനും പ്രശസ്തിക്കും വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത, ആരുടെ വേണമെങ്കിലും കാലുനിൽക്കുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുകയും അവർക്കെതിരെ നീതിപീഠം ശരിയായ രീതിയിൽ അന്വേഷണം നടത്തി ഏറ്റവും കഠിനമായ ശിക്ഷ കൊടുക്കുകയും വേണം. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുവാൻ ചില മത തീവ്രവാദികൾ വീണ്ടും തയ്യാറാകും. ഈ ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ച സാത്താന്റെ ശക്തി ഇല്യൂമിനേറ്റി ആയിരുന്നോ അതോ അയൽ രാജ്യങ്ങളാണോ? അതുമല്ല എങ്കിൽ ISIS പോലെയുള്ള വല്ല ഭീകര സംഘടനകളാണോ ഇതൊക്കെ? NIA പോലെയുള്ള ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തണം. എന്തായാലും ചെകുത്താന്റെ ഡീൽ കേരളത്തിൽ ഇനി വേണ്ട പോലെ നടപ്പാകില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ലൈക്ക് ചെയ്യുകയും ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ജയ് ഹിന്ദ്.